അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 3 ഇഫ്താർ സ്നാക്സ് റെസിപ്പിയും കൊണ്ടാണ്. മൂന്നും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് കൂടിയാണ്. ബ്രെഡ് കൊണ്ടാണ് ഈ 3 സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചിക്കൻ ഡോണറ്റ് ഉണ്ട്, അതും ബ്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു മിനി ബൈറ്റ്സ് ഉണ്ട്, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാവും അത്. നമുക്ക് ലെഫ്റ്റ് ഓവർ ബ്രെഡിൻ്റെ പീസസും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് മിനി ബൈറ്റ്സ്. അതുപോലെ ബ്രെഡിൻ്റെ ഒരു സാൻഡ്വിച്ച് പോലെ വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്നാക്കും കൂടിയുണ്ട്. മൂന്നും വെറൈറ്റി ആണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നിട്ട് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ റെസിപ്പി വ്ളോഗിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. അതിലൂടെ നമുക്ക് 5 സ്ലൈസ് ബ്രെഡ് ആവശ്യമുണ്ട്. അപ്പം ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു റെസിപ്പിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക, കാരണം ഈ സൈഡ് വെച്ചിട്ട് നമ്മൾ വേറൊരു റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നല്ല എന്താ പറയുക, കൂളായിട്ട് കട്ട് ചെയ്യുക, വല്ലാണ്ട് പൊടിഞ്ഞ് പോകാണ്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്തത് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ബ്രെഡ് ക്രംസിനായിട്ടല്ല പൊടിക്കുന്നത്, ഈ ചിക്കൻ ഡോണറ്റിലോട്ട് നമുക്ക് ബ്രെഡിൻ്റെ പൊടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ 5 ബ്രെഡിൻ്റെ സ്ലൈസാണ് എടുത്തിട്ടുള്ളത്, അത് പൊടിച്ചെടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് തന്നെ നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇത് 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഒരുപാട് മുട്ട ഒന്നും വേണ്ട, ഒരു മുട്ട മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ ഉപ്പിൽ വേണം ഉണ്ടാക്കാൻ കേട്ടോ, ഒരുപാട് ഉപ്പ് ചേർക്കരുത്. പിന്നെ ഇതിലോട്ട് ചിക്കൻ മസാല പൗഡർ 1 ടീസ്പൂണും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി നമുക്കിത് ഒരു എണ്ണ തടവിയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നേരെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഒട്ടി പിടിക്കും, അപ്പോൾ അതുകൊണ്ടാണ് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പം കുറച്ച് ഒട്ടി പിടിക്കും. വല്ലാണ്ട് ഒട്ടി പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്കിതൊരു മാവ് പരുവത്തിലാവണം. അതുപോലെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ചെറിയൊരു ബോൾ എടുക്കുക. ബോളാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിക്സ് നല്ല പെർഫെക്റ്റ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ബോളാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് ഒട്ടി പിടിക്കുന്ന പരുവാണെങ്കിൽ കുറച്ചുകൂടെ ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ആ ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് നമ്മുടെ മിൽമ നെയ്യിൻ്റെ ലിഡ് ഉണ്ടല്ലോ, മൂടി, ആ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ പൈപ്പിംഗ് നോസിലില്ലേ, അത് കുറച്ച് ആ റൗണ്ടിൽ നടുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഷേപ്പിലെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഹോളാക്കിയിട്ട് നമ്മൾ വട ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ എല്ലാതും ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് നമ്മളിതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടാണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഒരു ബൗളിൽ കുറച്ച് വെള്ളം അവിടെ മാറ്റി വെക്കുക. കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കിയിട്ട്, ഒരുപാട് വെള്ളത്തിലാക്കരുത്, ഒന്നുകൊണ്ട് മുക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ആ നോസിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന പോലെ തന്നെ നോസിൽ പുറത്തേക്ക് എടുക്കരുത്, ഇങ്ങനെ എടുക്കണം കേട്ടോ. അമർത്തിയ ശേഷം അകത്തൂടെ വലിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമ്മുടെ ഈ ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിലായി കിട്ടും. പിന്നെ ചെറിയ രീതിയിലൊക്കെ കയ്യിൽ ഒട്ടി പിടിക്കുന്നത് കുഴപ്പമില്ല, നമുക്ക് ചിക്കൻ്റെ ഫ്ലേവർ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പം ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് ജസ്റ്റ് ഒപ്പി കൊടുത്താൽ മതി. ഒരുപാട് ബ്രെഡിൻ്റെ പൊടി ഇട്ടിട്ട് അതിൻ്റെ ഒരു ടെക്സ്ചർ മാറ്റരുത് കേട്ടോ. അപ്പോൾ കൈ ഒന്നുകൂടെ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു മിൽമ നെയ്യിൻ്റെ ആ ഒരു ലിഡുണ്ടല്ലോ, അതിൻ്റെ അകത്ത് വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പം ഷേപ്പിൽ നോക്കുന്നില്ല എന്നാണെങ്കിൽ കൈകൊണ്ട് ചെറിയ ബോളാക്കിയിട്ട് അത് നടുക്ക് ഹോളാക്കി കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഇതാവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആണ്, കാണാനും നല്ല മൊഞ്ചാണ്, കഴിക്കാനും കിട്ടിയിലും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു നോസിൽ, ഇതുപോലെ പൈപ്പിംഗ് നോസിൽ ഇല്ല എന്നാണെങ്കിൽ അതിൻ്റെ ഷേപ്പിലുള്ള ചെറിയ എന്തെങ്കിലും ലിഡ് വെച്ചിട്ട് ഒന്ന് ഒരു ഷേപ്പ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഈ ചിക്കൻ്റെ ഈ ഒരു മാവ് റെഡിയാക്കിയ ശേഷം ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ഇത് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോണറ്റ് ഏകദേശം ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട ഒരു ബൗളിൽ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക.
പിന്നെ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഡോണറ്റ് ഉണ്ടല്ലോ, ചിക്കൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുത്തത്, ഇത് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ഈ അടുത്ത സ്റ്റെപ്പുകളൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ലാസ്റ്റാണ് എല്ലാം കൂടി വെച്ചത് കേട്ടോ. അപ്പോൾ മുട്ടയുടെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലോർ ഒരു പ്ലേറ്റിലെടുക്കുക, അതുപോലെ ബ്രെഡിൻ്റെ പൊടിയും ഒരു പ്ലേറ്റിലെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കോൺഫ്ലോറിൽ ആ ഒരു ചിക്കൻ ഡോണറ്റിൻ്റെ ആ ഒരു ഷേപ്പാക്കിയത് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം മുട്ടയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ബ്രെഡിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ബ്രെഡിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 തവണ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റിഫ്നെസ് കിട്ടും നമ്മുടെ ഈ ഒരു ചിക്കൻ സ്നാക്കിന് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോണ പോലെയൊക്കെ തോന്നും, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചാൽ എല്ലാം സെറ്റാവും. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആവും. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയെടുത്തപ്പോൾ ഇത് സൈഡിൽ ഇങ്ങനെ ക്രാക്സ് വീണ പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്നും പേടിക്കണ്ട, കാരണം നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്താൽ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ചിക്കൻ്റെ ഇങ്ങനെ ഡോണറ്റ് പോലെ ആക്കിയത് ഈ കോൺഫ്ലോറിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു സ്റ്റിഫ്നെസ് കിട്ടും. അതിന് ശേഷമാണ് മുട്ടയിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 തവണ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 1 തവണ ആക്കിയാലും മതി കേട്ടോ. മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് ബ്രെഡിൻ്റെ ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത് 1 തവണ ആക്കിയാലും മതി. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. അതിപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ആണെങ്കിലും ഏത് സ്നാക്ക് ആണെങ്കിലും ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടെക്സ്ചറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മൾ സെറ്റാക്കിയിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഫ്രീസറിൽ വയ്ക്കുക, അല്ലെങ്കിൽ കൂടുതൽ നേരം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഒരു എണ്ണയുടെ ചൂട് ഭയങ്കര നിർബന്ധമാണ്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ ഇതിൻ്റെ കളറ് മാറിപ്പോവും. ചിക്കനാണ്, നമുക്ക് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം എണ്ണ നല്ലോണം ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് 2 വശവും ഗോൾഡൻ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ അത്യാവശ്യം എണ്ണയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കും വേണം കേട്ടോ. എണ്ണ കുറവാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വശത്തും നമുക്ക് കുക്കായി കിട്ടില്ല. അപ്പോൾ ഇത് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എയർ ഫ്രയറിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയും നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം. അപ്പം ഏറ്റവും പെർഫെക്റ്റ് ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ആക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ എണ്ണ യൂസ് ചെയ്യാത്തവർക്ക് എയർ ഫ്രയർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ നഗറ്റ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇഫ്താർ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സ്നാക്കിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഫില്ലിങ് വേണമല്ലോ. അപ്പോൾ ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് അതിൻ്റെ കൂടെ സോയ സോസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് കേട്ടോ. പിന്നെ അതിലോട്ട് ഫ്രോസൺ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫ്രോസൺ വെജിറ്റബിൾസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ്, പീസ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാബേജ് എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വേറെ മസാല പൗഡറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സൈഡ്സ് കട്ട് ചെയ്തെടുത്തില്ലേ, നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഒരു സ്റ്റാർട്ടറോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ അതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. പതുക്കെ വേണം റോൾ ചെയ്യാൻ. നല്ല ബ്രെഡാണ്, ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് റോൾ ചെയ്യുക. ഫ്രഷ് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഈ ഒരു സ്നാക്ക്. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ബ്രെഡിൻ്റെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സൈഡ്സൊക്കെ ഒരുപാട് വേസ്റ്റ് ആക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വേസ്റ്റിൽ ഇടാറുണ്ട്. കാരണം നമ്മൾ പൊടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് നമുക്ക് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ബ്രെഡിൻ്റെ സൈഡ് ഒഴിവാക്കുന്നവർ അത് വെച്ചിട്ട് തന്നെ ഏത് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും അതുപോലെ എടുത്തിട്ട് ടൊമാറ്റോ സോസ് ഇതുപോലെ കുറച്ച് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് സ്പ്രെഡ് ചെയ്യേണ്ട, അത് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, ആ ഫില്ലിംഗ് ഇതിൻ്റെ മുകളിൽ പതുക്കെ വെച്ച് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഒരു ചിക്കനൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ചിക്കനൊന്നും വെച്ചില്ല. ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, കോണ്, പീസ് ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കനും കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രാൻഡായിരുന്നു. പിന്നെ നമ്മളിത് ഇനി കുക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, നമ്മൾ പിസ്സൊക്കെ റെഡിയാക്കുന്ന പോലെ എന്താ പറയുക, ഫ്രൈങ് പാനിൽ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മേലെ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രസമായിരിക്കും. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇത് അങ്ങനെ തന്നെ സെർവ് ചെയ്യുകയാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവേ. അപ്പം നമ്മുടെ ആ ഒരു സ്നാക്കും കഴിഞ്ഞു.
ഇനി ഈ സെയിം ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്നാക്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു സോസ് റെഡിയാക്കാനുണ്ട്. ടൊമാറ്റോ സോസും മയണൈസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സോസാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതും നല്ല സിമ്പിളായിട്ടുള്ളൊരു ഒരു സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് ഡിഫറെൻ്റ് ആണ്. ഞാൻ പിന്നെ കഴിഞ്ഞ സ്നാക്കില്ലേ ഇപ്പം ആ ഒരു ചിക്കൻ ബൈറ്റ്സ് എന്ന് പറഞ്ഞത്, അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ കേട്ടോ. ഇതും ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഞാൻ ഫില്ലിങ്ങൊക്കെ ഞാൻ എൻ്റെ രീതിയിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ആ ഒരു ലുക്ക് ഇൻസ്റ്റഗ്രാമിൽ കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഫില്ലിങ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. ഈ ഒരു ഷേപ്പിലുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ തന്നെ. പിന്നെ നമ്മളിത് ഫ്രൈ ഒന്നും ആക്കുന്നില്ല, ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഇത് ബ്രൗൺ ബ്രെഡൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ഇഫ്താർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്ക് കൂടിയാവും. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ചീസ് ഉണ്ടല്ലോ, മൊസറല്ല ചീസ്, അത് ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തണുപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം ഇത് ചൂടാക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഇഫ്താറിൻ്റെ സമയമായി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതായത് ലുക്കിൽ ആ ഒരു ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഒന്നുകൂടെ ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ രണ്ട് സൈഡിലും ഞാൻ ആ പീസ് വെച്ചിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു നമ്മൾ എന്താ പറയുക, ടൂത്ത് പീക്ക് മാത്രം വയ്ക്കുമ്പോൾ അത് തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നല്ലോണം സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് സൈഡിലും പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. താഴെ മാത്രമാണ് നല്ല ഗോൾഡൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ നേരം വെക്കുകയാണെങ്കിൽ ചീസ് ഒന്നുകൂടെ മെൽറ്റാവും. ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇഫ്താറിൻ്റെ സമയം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക്, മൂന്നാമത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ആട്ടോ, വെറുതെ പറയില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം, ഫ്ലോപ്പ് ഒന്നും ആവില്ല. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മുടെ ചിക്കൻ ഡോണറ്റ്, അപ്പോൾ ഇതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ചിക്കൻ ഡോണറ്റാണ്. പിന്നെ ബാക്കി രണ്ടും എന്താ പറയുക, കാണാൻ നല്ല മൊഞ്ചാണ്, ടേസ്റ്റിൽ ഒരു കുറവുമില്ല. പക്ഷേ ഡോണറ്റിൽ നമ്മൾ കൂടുതലും ചിക്കൻ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഇഫ്താറിന് മാംഗോ ജ്യൂസും ഈ 3 സ്നാക്സും പിന്നെ ഫ്രൂട്ട്സും ഈത്തപ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡോണറ്റ് കണ്ടോ, നല്ല സോഫ്റ്റാണ് അകത്ത്. അതുപോലെ കാണുമ്പോൾ കുക്കായിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട, ആ ഒരു ചിക്കൻ്റെ ഒരു ടെക്സ്ചറാണ് അങ്ങനെ. നല്ല ടേസ്റ്റായിരുന്നു, നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡായിരുന്നു. അതുപോലെ എനിക്ക് പറയാനില്ല, വാക്കുകളില്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ സംഭവം. അതുപോലെ നമ്മുടെ മിനി ബൈറ്റ്സ് ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്നതായിരിക്കും. കാരണം അവരിങ്ങനെ ഈ കുറേ സ്നാക്സ് കാണുമ്പം ഇത് കണ്ടാൽ വേറെ എല്ലാ സ്നാക്സും മറന്നു പോകും കേട്ടോ. അപ്പോൾ അതാ നമുക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റൂഹിയും റോസുമാണ്. റോസു ഒന്നേ കഴിച്ചുള്ളൂ, റൂഹിയാണ് ബാക്കി ഫുള്ള് കഴിച്ചു തീർത്തത്. അവിടെ ഡോണറ്റ് അവിടെ വെച്ചു കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട്. പിന്നെ ഇതിൽ ചീസ് ഞാൻ പറഞ്ഞല്ലോ മെൽട്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചീസ് മെൽട്ടായിട്ടില്ല എന്ന് വെച്ചാൽ ടേസ്റ്റിൽ ഒരു ഇതുമില്ല. പക്ഷെ കാണുമ്പോൾ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ നന്നാവണമെങ്കിൽ ചീസ് നന്നായിട്ട് മെൽറ്റ് ആവണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ സമയം ഉണ്ടായിരുന്നില്ല, ഇഫ്താറിൻ്റെ സമയമായിരുന്നു എന്ന്. അപ്പോൾ റൂയി അതാ നല്ല കാര്യമായിട്ട് ആ ഒരു സ്നാക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പീസ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സ് പലപ്പോഴും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് നമുക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷേ എന്നും കാണാറുണ്ടെന്നൊക്കെ. അതൊരുപാട് സന്തോഷം. അപ്പോൾ പറ്റുന്നവർ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, അതുപോലെ കമൻറ്റ് ചെയ്യാനും നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.